ഭൂലോക വൈകുണ്ഠമെന്ന് പ്രകീർത്തിക്കപ്പെടുന്ന ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം കേരള സംസ്ഥാനത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരം നഗരത്തിന്റെ ബ്രഹ്മസ്ഥാനത്തിൽ വിരാജിക്കുന്നു. 5000 വർഷങ്ങൾ പിന്നിടുന്ന പുരാണങ്ങളിൽ പരാമർശമുള്ളതിനാൽ കലിയുഗ ആരംഭത്തിൽ ഈ ക്ഷേത്രം സ്ഥാപിതമായിരിക്കുമെന്ന് അനുമാനിക്കുന്നു. ശ്രീ പത്മനാഭസ്വാമി തിരുവനന്തപുരം നഗരിയുടെ അധിഷ്ഠാന ദേവൻ മാത്രമല്ല, AD 1750 മുതൽ തിരുവിതാംകൂർ രാജ്യത്തിന്റെ ഉടമയും രാജാധിരാജനുമായിരുന്നു. AD 1566 ആദിത്യവർമ്മ മഹാരാജാവിന്റെ കാലത്താണ് കിഴക്കേ ഗോപുരത്തിന്റെ പണി തുടങ്ങിയത്. ശ്രീ മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ് ഗോപുരപണിയും ക്ഷേത്ര പുനരുദ്ധാരണവും പൂർത്തിയായത്. ക്ഷീരസാഗരം വാഴുമീശ്വരൻ ലക്ഷ്മീകാന്തനായി മരുവുമീശ്വരൻ പത്മനാഭനായി വിളങ്ങുമീശ്വരൻ. മലയാള തമിഴ് വാസ്തുവിദ്യാ സംയോജനമാണ് ഈ ക്ഷേത്ര നിർമ്മാണത്തിന് ഉപയോഗിച്ചിരിക്കുന്നത്. 2000-ൽ പരം രൂപങ്ങളും കൊത്തുപണികളും അടങ്ങിയ കിഴക്കേ ബഹുനില രാജഗോപുരം ദ്രാവിഡ ശൈലി അനുഗമിക്കവേ ബാക്കി 3 കവാടങ്ങളും മലയാള മാതൃകയിലുള്ള ഇരുനില പടിപ്പുരകളാണ്. പത്മനാഭനേ പാഹി മാം ഭജേ. ക്ഷീരസാഗരം വാഴുമീശ്വരൻ അനന്തശയനേ അമരുമീശ്വരൻ. വിഷ്ണു കീർത്തനം. വഞ്ചിനാടിന്റെ സൂചകമായി ഗോപുരത്തിന്റെ മുകൾ വശം വള്ളത്തിന്റെ ആകൃതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. വിഷ്ണുസേവനം പക്ഷിവാഹനം വിശ്വനായകം പത്രലോഹിതം കമലനായകം. വലിയൊരു മതിൽക്കെട്ടിനുള്ളിൽ 7 ഏക്കർ ഭൂമിയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മതിലകമെന്നും ക്ഷേത്രം അറിയപ്പെടുന്നതിനാൽ ഈ മതിലുകൾക്കുള്ള പ്രാധാന്യം എത്രയാണെന്ന് മനസ്സിലാക്കാം. ശ്രീ പത്മനാഭനേ ശംഖുധാരിണം ചക്രമായുധം മദനമോഹനം മോദദായകം നാമകീർത്തനം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ കീഴിൽ 22 തീർത്ഥങ്ങളുള്ളതായി ചരിത്രരേഖകളിൽ കാണാം. ഇതിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നത് ശ്രീമദ് ഭാഗവതത്തിലും പരാമർശിക്കപ്പെട്ട പത്മതീർത്ഥമെന്ന ക്ഷേത്രകുളമാണ്. പ്രിയൻ ലക്ഷ്മി സേവിതൻ അഭയദായകം. ഉത്സവകാലങ്ങളിൽ ക്ഷേത്രകലകൾക്ക് വേദിയായ നിരവധി മണ്ഡപങ്ങളുള്ളതാണ് ഈ കുളത്തിന്റെ പ്രത്യേകത. പാഹി മാം സദാ ശ്രീ പത്മനാഭം. ക്ഷീരസാഗരം വാഴുമീശ്വരൻ അനന്തശയനേ അമരുമീശ്വരൻ. ഭക്തവത്സലം മോഹനാശകം. കിഴക്കേ ഗോപുരത്തിലെ വ്യാളികൾ കാവൽ നിൽക്കുന്ന നടവഴിയാണ് തൂണുകൾ കൊണ്ട് അലങ്കൃതമായ വിദ്വൽ സദസ്സുകളും ക്ഷേത്രകലകളും അരങ്ങേറിയ വിസ്താരമുള്ള നാടകശാല മുഖപ്പിലേക്ക് പ്രവേശിക്കേണ്ടത്. പതിനായിരം ആശാരിമാരും 100ഓളം ആനകളും അഹോരാത്രം ശ്രമിച്ച് 6 മാസത്തിനുള്ളിൽ പണിതീർത്ത പ്രൌഢഗംഭീരമായ ശീവേലിപ്പുരയ്ക്ക് 365 തൂണുകളുണ്ട്. വ്യത്യസ്തങ്ങളായ കൊത്തുപണികളാൽ അലങ്കൃതമാണ് ഓരോ തൂണും. തൂണിനോട് ചേർന്ന് ദീപലക്ഷ്മിയുമുണ്ട്.
നിർമ്മാണ വൈദഗ്ധ്യത്തെ വെല്ലുവിളിക്കുന്ന ഒറ്റക്കൽ മണ്ഡപം, കരിങ്കല്ലിൽ തീർത്ത കവിതയെന്ന് വിശേഷിപ്പിക്കാറുള്ള ആയിരങ്കാൽ മണ്ഡപം തുടങ്ങിയവയാണ് ഇവിടത്തെ മറ്റു പ്രത്യേകതകൾ. ശ്രീ മഹാവിഷ്ണുവിന്റെ 24 സങ്കല്പങ്ങളിലൊന്നാണ് ശ്രീ പത്മനാഭൻ. ഈ ക്ഷേത്രത്തിൽ ശാന്തസ്വരൂപ നിത്യാനന്ദമൂർത്തിയായും ശ്രീരാമ അവതാരത്തിനു മുമ്പ് യോഗനിദ്രയിലാണ്ട് അനന്തശായിയുമായിട്ടാണ് ഭഗവാന്റെ ധ്യാനം. നാഭിയിൽ നിന്നും പത്മമുയരുന്നത് കാരണം പത്മനാഭൻ എന്ന പേര് ലഭിച്ചു. നേപ്പാളിലെ ഗണ്ഡകി നദിയിൽ നിന്നും ശേഖരിച്ച് ആനപ്പുറത്ത് കൊണ്ടുവന്ന 24,008 സാളഗ്രാമങ്ങളിൽ 12,008 എണ്ണം ഉൾക്കൊള്ളിച്ച് കടുശർക്കര യോഗ പ്രകാരമാണ് ഈ ക്ഷേത്രത്തിലെ അത്ഭുതകരമായ മൂലവിഗ്രഹം നിർമ്മിച്ചിരിക്കുന്നത്. ബാലാരണ്യ കോണി ദേവനെന്ന് പേരുള്ള വിദഗ്ധ വിഗ്രഹ നിർമ്മാതാവിന്റെ അതിമനോഹരവും അത്ഭുതകരവുമായ സൃഷ്ടിയാണ്. ഇത്തരം വിഗ്രഹങ്ങൾ ഭാരതത്തിൽ വിരളമാണ്. 30 മുക്കോടി ദേവസങ്കല്പവും ഭൂശ്രീ ദേവിമാരുടെയും ഭൃഗുമഹർഷിയുടെയും മാർക്കണ്ഡേയ മുനിയുടെയും കടുശർക്കര നിർമ്മിതമായ വിഗ്രഹങ്ങളും ഗർഭഗൃഹത്തിനുള്ളിലുണ്ട്. ഭൂമിദേവി പ്രകൃതിയെയും ലക്ഷ്മിദേവി സർവ്വ ഐശ്വര്യങ്ങളെയും പ്രതിനിധീകരിക്കുന്നു. ശ്രീ പത്മനാഭ ക്ഷേത്രോത്പത്തിയെക്കുറിച്ചുള്ള ഐതിഹ്യങ്ങളിൽ ഏറ്റവും പ്രചാരമുള്ളത് ശ്രീ വില്ലുമംഗലം സ്വാമിയാരെക്കുറിച്ചുള്ളതാണ്. വില്ലുമംഗലം സ്വാമിയുടെ വീട്ടിൽ നിന്നും അപ്രത്യക്ഷനായ ബാലനെ തേടി സ്വാമി അനന്തൻകാട്ടിലേക്ക് യാത്ര തിരിച്ചു. വടക്കു മുതൽ തെക്കൻ കേരളം വരെയുള്ള മാർഗമധ്യേ സ്വാമിയാർ സ്ഥാപിച്ച നിരവധി പുണ്യക്ഷേത്രങ്ങൾ ഈ പ്രയാണത്തിന് സാക്ഷ്യം വഹിക്കുന്നു.